കടുവയുടെ പ്രസൻസ് അറിഞ്ഞ് ഓടുന്ന മാൻകൂട്ടത്തെ അതുപോലെ നമ്മുടെ സഫാരി വണ്ടി തടഞ്ഞിട്ട് 2-3 ആനകളും ഒക്കെ ആയിട്ട് അടിപൊളി നാഗർഹോള ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള നാനാച്ചി സഫാരിയുടെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുത്തിരിക്കുന്ന സഫാരി ജയലാർ ജിപ്സി സഫാരിയാണ് കേട്ടോ. ഈ നാനാച്ചി ഗേറ്റിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ജിപ്സി സഫാരി ജയലാർ ത്രൂ നമുക്ക് സഫാരി മാത്രമായിട്ട് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 2400 രൂപയാണ് നമുക്ക് ഒരാളുടെ ചാർജ് വരുന്നത്. വൈകിട്ട് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സഫാരി 3 മണിക്കൂറാണുള്ളത്, 6 മണി വരെ കേട്ടോ. ഈ നാനാച്ചി ഇവിടുത്തെ ഈ ഗേറ്റിൽ നിന്ന് നമ്മൾ എൻട്രി ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അതേസമയം നമ്മൾ പ്രൈവറ്റ് വണ്ടിയിൽ ഈ ഗേറ്റിൽ നിന്ന് നമുക്ക് HD കോട്ട വരെ 1 മണിക്കൂർ ഫോറസ്റ്റ് ഡ്രൈവ് ചെയ്യാമെന്നാണ് നമ്മുടെ വെഹിക്കിളിൽ കേട്ടോ. അങ്ങനെ നമ്മൾ 3 മണിക്ക് 2 ജിപ്സിയാണ് ഒരേ സമയം പോയത്. ഇവിടെ നിന്ന് 2 ജിപ്സിയും നേരെ ഒരു ജിപ്സി ഈ സൈഡിലും, അതായത് 2 ഡയറക്ഷനായിട്ട് പോയി. അത് കാരണം മറ്റൊന്നുമല്ല, എവിടെയെങ്കിലും സൈറ്റിങ് ടൈഗർ പ്രസൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം ഇൻഫോം ചെയ്തിട്ട് അവിടെ ഓടിയെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടുത്തെ ജിപ്സി സഫാരി ആയാലും ബസ് സഫാരി ആണെങ്കിലും ഡ്രൈവർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ, ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ് കേട്ടോ. എവിടെയെങ്കിലും എന്തെങ്കിലും സൈറ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളെ അവിടെ കാണിക്കാനുള്ള മാക്സിമം ചാൻസ് അവർ തരും. എന്താണെങ്കിലും ജിപ്സി ഡ്രൈവറും ഏതായാലും പറയുന്നുണ്ട് കേട്ടോ, അലാം കോളുണ്ട്, സ്പോട്ടഡ് ഡിയറിൻ്റെ സാമ്പാഡിയറിൻ്റെ ഒക്കെ ടൈഗർ സൈറ്റിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാലും അങ്ങോട്ട് പോയപ്പം തന്നെ ഇതാ മാൻകൂട്ടമൊക്കെ അപ്പുറം നിന്ന് തീറ്റ നിന്നുകൊണ്ടിരുന്നതായിരുന്നു. അത് ഓടുന്നുണ്ട്, പേടിച്ചിട്ട് ഓടുന്നതാണ്, ടൈഗറിൻ്റെ പ്രസൻസ് അറിഞ്ഞിട്ട് ഓടുന്നത് തന്നെയാണ്. എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ് കേട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു ടൈഗർ ഹണ്ട് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. ടൈഗർ ഒന്നും ഏതായാലും നമ്മൾ കാണാനായിട്ട് പറ്റിയില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുന്നിലുണ്ടായിരുന്ന വേറെ ജിപ്സിക്കാരുണ്ടല്ലോ, അവർ ഫോൺ വിളിച്ച് വേറെ ലൊക്കേഷനോട് ഞങ്ങൾ പോയി കേട്ടോ, അവിടെ ടൈഗർ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ ഇതാ ടൈഗർ കുറച്ച് മുന്നിലായിട്ടാണ് റോഡ് ക്രോസ് ചെയ്ത് പോയത്. ഞങ്ങൾ അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ നമ്മുടെ ക്യാമറ ഓണാക്കാനോ ഷെയ്ക്കോ ഒക്കെ കാരണം ആ വീഡിയോ നമുക്ക് ഇതിനകത്തിട്ട് ഇടാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. മൊബൈലിൽ ഏതായാലും എടുത്ത ഒരു ചെറിയൊരു ക്ലിപ്പ് ഇതാ. എല്ലാ വണ്ടിക്കാരും നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്ത് വെയിറ്റിംഗ് ചെയ്ത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട ആർക്കും അങ്ങനെ നല്ലൊരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം അത് അപ്പുറ സൈഡിൽ നിന്ന് ആ ഒരു വണ്ടി പോലും ഇല്ലായിരുന്നു കേട്ടോ. ഇത് ടൈഗറിൻ്റെ പ്രസൻസ് അറിഞ്ഞിട്ട് ഏകദേശം എല്ലാ ബസ്സുകളും ജിപ്സികളും എല്ലാം അവിടെ എത്തിയപ്പോഴത്തേനും അവൻ കാട്ടിലോട്ട് മുന്നോട്ട് നീങ്ങിയേ. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇതാ ജിപ്സി അവിടെ നിന്ന് വീണ്ടും ഡ്രൈവർ ഇതാ പറയുന്നത് അവിടെ നമ്മുടെ സ്ലോത്ത് ബിയർ ഉണ്ടെന്ന്. ഇത് 2 സ്ലോത്ത് ബിയർ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദൂരെയാണ്, മാക്സിമം സൂം ചെയ്തെടുത്താൽ ഇത്ര വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്താണെങ്കിലും നമുക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ടൈഗറെ കണ്ടു, സ്ലോത്ത് ബിയറെ കണ്ടു, കുറേ മാൻകുട്ടത്തെയും കണ്ട് കുറച്ച് ഇതാ മുന്നോട്ട് നീങ്ങിപ്പെടും. ആന ഇതാ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അടിപൊളി. ഒരു ആനേനെ കണ്ടില്ലെന്ന് പറഞ്ഞതേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അങ്ങനെ ഇത് ആനയും തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടിയാനയും ഉണ്ട് കേട്ടോ. കുട്ടിയാനേനെ പുറകോട്ട് മാറ്റി നിർത്തിയിട്ടാണ് ഇവർ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു, ഒരാൾ കുട്ടിയാനയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിരിക്കും അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അത്ര എടുത്ത് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആനയുടെ ഒപ്പം നിന്നൊരു സെൽഫി എടുത്തെന്ന് തന്നെ അങ്ങ് പറയാം. ഇവിടുത്തെ ഈ ഡ്രൈവർമാരുണ്ടല്ലോ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഡ്രൈവർമാരെന്നുള്ള പറയാൻ കാരണമാണ് ഇതാണ് കേട്ടോ. നോക്കി, ഡ്രൈവർ റിവേഴ്സ് ഗിയറിട്ട് പോകുന്ന സ്പീഡ് നോക്കിക്കേ. അഥവാ ആന നമുക്ക് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ പോലും നമ്മൾ റിവേഴ്സ് ഗിയറിൽ പോകുമെന്നുള്ളതാണ്. നാനാച്ചി ഗേറ്റിലെ ഈ ജയലാർ ജിപ്സി സഫാരി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സഫാരി തന്നെയെന്ന് പറയാം കേട്ടോ. കാരണം 2400 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. ക്യാമറയ്ക്ക് അഡീഷണൽ ആയിട്ട് ചാർജ് വരുന്നതാണ് ഓരോ ലെൻസിൻ്റെ പവർ അനുസരിച്ചിട്ട്. പക്ഷേ നമ്മൾ ഈ കാക്കനക്കോട്ടെ കബനി സഫാരിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ നമുക്ക് ജിപ്സി സഫാരി മാത്രമായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ജയലാറിൻ്റെ സ്റ്റേ ഓപ്ഷനും കൂടെ നമുക്ക് ബുക്ക് ചെയ്യേണ്ടി വരും. കാടിനെ സ്നേഹിക്കുന്നതിന് വൈൽഡ് ലൈഫിൽ ഇങ്ങനെ അടിപൊളി ഒരു ജിപ്സി സഫാരിയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട ഒരു ജിപ്സി സഫാരി തന്നെയാണ് കേട്ടോ നാനാച്ചി ഗേറ്റിലെ ഈ ജയലാർ ജിപ്സി സഫാരി. ഈ സഫാരിയിൽ നമുക്ക് മാക്സിമം ചാൻസ് ഉണ്ട് എലഫൻറ്റ് സൈറ്റിങ്ങും ടൈഗർ സൈറ്റിങ്ങും അതുപോലെ സാമ്പാ ഡിയറും സ്പോട്ടഡ് ഡിയർ ആയാലും ഇഷ്ടം പോലെ നമുക്ക് സൈറ്റിങ്ങിന് ചാൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ.
3 മണിക്കൂറാണ് നമുക്ക് കാട്ടിലൂടെയുള്ള ഈ ജിപ്സി സഫാരി ഉള്ളത്. 3 മണിക്ക് ആരംഭിക്കുന്ന ഈ സഫാരി 6 മണി വരെ ഉണ്ട്. ഇങ്ങോട്ട് എത്തിച്ചേരണമെങ്കിൽ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ മാനന്തവാടിയിൽ നിന്നായിരുന്നു വന്നത് കേട്ടോ. മാനന്തവാടിയിൽ നിന്ന് തോൽപ്പെട്ടി വഴിയാണ് വന്നത്. അപ്പോൾ ഈ വഴി വന്നാൽ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സഫാരി അവിടെ നമ്മൾ വരുന്ന വഴിക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തോൽപ്പെട്ടിയിലൂടെ ഉള്ള യാത്രകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാൻകൂട്ടത്തെയും അതുപോലെ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെയൊക്കെ നമുക്ക് ഈ വരുന്ന വഴിക്ക് തന്നെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ കൊച്ചു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്